ഇന്ന് കുറച്ച് വെളുത്തുള്ളിയും കൂടെ നടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളികൾ നമ്മൾ ഈ സമയത്താണ് നടുന്നത്. അപ്പോൾ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് ഉള്ളി സാധാരണ ഷാലോ പ്ലാന്റിംഗ് ആണ്, ഇത് ഡീപ്പ് പ്ലാന്റിംഗ് ആണ്. ഇപ്പോൾ ഒരു ചുള ഇപ്പോൾ ഈ ഒരു ഹൈറ്റാണെന്ന് വെക്കുക, അതിൻ്റെ ഡബിൾ ദ സൈസാണ്, ഈ ഒരു ഡെപ്തിലാണ് സാധാരണ ഇത് പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചുള എടുത്തിട്ട് ജസ്റ്റ് നല്ല രീതിയിൽ ഒരു ഡീപ്പായിട്ട് പ്ലാന്റ് ചെയ്യണം. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡീപ്പല്ല, ആ ചുളയുടെ 2 ഇരട്ടി താഴ്ചയിൽ അങ്ങനെയാണിത് പ്ലാന്റ് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും തണുപ്പുള്ള ദിവസം, അതായത് വിൻ്ററിൻ്റെ പീക്കിലാണ് ഇത് പ്ലാന്റ് ചെയ്യേണ്ടത്. അതിന് മുമ്പൊക്കെ ഇച്ച് പ്ലാന്റ് ചെയ്താലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് സമ്മറിൻ്റെ പീക്കാകുമ്പം ഹാർവെസ്റ്റ് ചെയ്യാം. 6 മാസത്തെ പരിപാടിയേ ഉള്ളൂ. ഇതിന് വിൻ്റർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും വളർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനമാണ് ഏറ്റവും ബെസ്റ്റ്. അധികം സ്ഥലവും എടുക്കത്തുമില്ല. സമ്മറിൽ മറ്റ് ട്രീകൾ അല്ലെങ്കിൽ മറ്റ് വെജിറ്റബിളൊക്കെ വെക്കാറാകുമ്പോഴത്തേനേ ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് വെളുത്തുള്ളിയുടെ പ്ലാന്റിങ്. ഞാൻ ജസ്റ്റ് പുഷ് ചെയ്ത് വിടുന്നേ ഉള്ളൂ. അടുത്ത വർഷം ആകുമ്പോഴത്തേനും നമുക്ക് സംഭവം ഉണ്ടായിക്കോളും. വെളുത്തുള്ളി